അങ്ങനെ വിദ്യാരംഭം കുറിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഉള്ളിൽ കയറി തൊഴുതു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വേഗം ചായ കുടിക്കാൻ പോയി. കേരളത്തിന് പുറത്ത് നല്ല ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടൂല എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടുന്ന് കിട്ടിയ മസാല ദോശയും പൂരിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റ് എടുത്തു കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്കുള്ള അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തേക്ക് തന്നെ പോകുന്നത്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ അന്നപ്രസാദത്തിനെ പറ്റി. അപ്പോൾ എൻ്റെ നിർബന്ധമായിരുന്നു അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഏട്ടനെയും മിന്നുവിനെ പൂവിനെയൊക്കെ വിളിച്ചു കൂട്ടി അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കൊണ്ടുപോയതാണ്. നമ്മളൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അവിടുന്ന് കഴിക്കണം എന്ന് ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ അന്നദാനത്തിനായിട്ട് വേറൊരു ബിൽഡിംഗ് തന്നെ കേട്ടോ, അന്നപ്രസാദം പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ്. എത്ര ആൾക്കാർ വന്നാലും അവർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു കേട്ടത്. നമ്മളങ്ങനെ എല്ലാവരും അവിടുന്ന് ഭക്ഷണം മേടിച്ചു. ഒരു സാമ്പാർ, പിന്നെ വേറൊരു കറി, അങ്ങനെ 3-4 കറിയും പായസമൊക്കെ അടങ്ങുന്ന ഒരു ഫുഡായിരുന്നു കേട്ടോ അവിടുന്ന് കിട്ടിയത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം പോയി കിടന്നു തുടങ്ങിയിട്ട് പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഫ്രഷ് ആയിട്ട് പിന്നെ അമ്പലത്തേക്ക് തന്നെ പോയിട്ടോ വൈകുന്നേരത്തെ തൊഴാൻ വേണ്ടിയിട്ട്. രാവിലെ വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ലെങ്കിലും ഋതുവിന് ഭയങ്കര മൂഡ് ഓഫ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ടൊന്നും എല്ലായിടും കാണാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വെയിലൊക്കെ അറിയതിന് ശേഷം ശരിക്കും കാണാൻ വിചാരിച്ചിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഒന്നും കൂടെ സുഖമായിട്ട് തൊഴുത്തു. പിന്നെ അവിടെയുള്ള ഷോപ്പിലൊക്കെ കയറി ഓരോ സാധനങ്ങളൊക്കെ നോക്കിയിട്ടോ. മൂകാംബിക ക്ഷേത്രത്തിൽ മൂകാംബിക അമ്മയ്ക്ക് പുറത്തായിട്ട് ഒരുപാട് ഉപപ്രതിഷ്ഠകളുണ്ട് കേട്ടോ. അങ്ങനെ അവരെയൊക്കെ അവിടെ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നുണ്ടേ. അങ്ങനെ നമ്മളെല്ലായിടത്തും തീർത്തും പ്രസാദമൊക്കെ മേടിച്ച് അവിടുന്ന് നെയ്വിളക്കും കത്തിച്ചിട്ടാട്ടോ അമ്പലത്തിൽ നിന്ന് പോകുന്നത്. 8 മണിക്കാട്ടോ ഞങ്ങൾക്ക് തിരിച്ചുള്ള ബസ്. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെഡിയായി നിന്നു കേട്ടോ. അങ്ങനെ ബസ് കയറി ഏകദേശം ഒരു 3-3:30 ആയപ്പോഴേക്കും ഞങ്ങൾ മലപ്പുറത്ത് എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ മലപ്പുറത്ത് ബസ് ഇറങ്ങിയതിന് ശേഷം ഓരോ ചായയും കടിയൊക്കെ കഴിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.